എല്ലാവർക്കും നമസ്കാരം. ഞാൻ അച്ചു. നമ്മൾ ഏറെ കഷ്ടപ്പെട്ട് വളർത്തുന്ന പയർച്ചെടികൾ പൂവിട്ട് വരുമ്പോൾ മുഞ്ഞയും ഇലപ്പേനും ചാഴിയൊക്കെ ചേർന്ന് നശിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ മുഞ്ഞ തൊട്ട് തണ്ടുതുരപ്പൻ വരെയും വാട്ടരോഗം തൊട്ട് മൊസൈക്ക് രോഗം വരെയുള്ള സകല പ്രശ്നങ്ങൾക്കും ഇന്ന് നമ്മൾ പരിഹാരം കാണാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 2 ജൈവ കീടനാശിനികളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, മിതമായ ചെലവിൽ ചെയ്യാവുന്ന വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. 2, 1 രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ പറമ്പിലെ സാധനങ്ങൾ കൊണ്ടുള്ള സീറോ കോസ്റ്റ് മിശ്രിതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പയറിനെ നശിപ്പിക്കുന്ന പ്രധാന വില്ലന്മാർ ഇവരാണ്. നീര് കുടിച്ച് വറ്റിക്കുന്ന മുഞ്ഞയും വെള്ളീച്ചയും, കൂടാതെ കായ്കൾ തുളയ്ക്കുന്ന കായീച്ചയും പുഴുക്കളും, പിന്നെ ചെടിയെ മൊത്തമായി വാട്ടിക്കളയുന്ന രോഗങ്ങളും. ഇതിനെയെല്ലാം നമുക്ക് ഈ 2 വഴികളിലൂടെ പ്രതിരോധിക്കാം. ഒന്നാമത്തെ രീതി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. ആദ്യത്തെ ഈ രീതിക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് 20 ഗ്രാം വെളുത്തുള്ളി, അതായത് 1 കുടം വെളുത്തുള്ളി മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചതിന് ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ് ഈ കാണുന്ന വെളുത്തുള്ളിയുടെ നീര്. ഇത് വേപ്പെണ്ണയാണ്. ഈ കാണുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡ് സോപ്പാണ്. വേപ്പെണ്ണ വെള്ളവുമായി കലരണമെങ്കിൽ സോപ്പ് നിർബന്ധമാണ്. ഞാൻ ഈ ഒരു അടപ്പിൽ 10 മില്ലി ലിക്വിഡ് സോപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 20 മില്ലി വേപ്പെണ്ണയാണ് ഒഴിക്കുന്നത്. സോപ്പ് ലൈനിലേക്ക് വേപ്പെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ പാല് പോലെ വെളുത്ത നിറമാകും. അതിനുശേഷം 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വേപ്പെണ്ണ സോപ്പ് ലായനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വെള്ളവും കൂടി ഒഴിച്ച്, അതായത് 1 ലിറ്റർ ആകാൻ പാകത്തിന് ചേർത്ത് നന്നായി കുലുക്കി ഇതുപോലെ മിക്സാക്കുക. വേപ്പെണ്ണ വെള്ളത്തിൽ നന്നായി കലർന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതായത് എണ്ണ പാളികളായി വെള്ളത്തിന് മുകളിൽ കിടന്നാൽ അത് ഇലയിൽ വീഴുമ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോപ്പ് ലായനി ചേർത്ത് നല്ലപോലെ ഇളക്കി പാല് പോലെ ആക്കി എടുത്തതിന് ശേഷം വേണം ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കിടിലൻ കീടനാശിനി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം, ഇതിൽ ചേർത്ത വേപ്പെണ്ണയുടെ അളവ് അല്പം കൂടുതലല്ലേ എന്ന്. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി മുതൽ 10 മില്ലി വരെ അല്ലേ മാക്സിമം ചേർക്കേണ്ടത്, ഇവിടെ 20 മില്ലി അല്ലേ എടുത്തിരിക്കുന്നത് എന്നൊരു സംശയം തോന്നിയേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഞാൻ നൽകാം. അതായത് നമ്മുടെ ചെടിയിൽ നിറയെ ഇലയിലും തണ്ടിലുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുഞ്ഞ പോലെയുള്ള കടുപ്പമേറിയ കീടങ്ങളെ പൂർണ്ണമായും തുരത്തണമെങ്കിൽ 20 മില്ലി എന്നത് സുരക്ഷിതമായ അളവാണ്. പയറിലെ മുഞ്ഞകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവയാണ്. അവയുടെ മെഴുകു പോലെയുള്ള ശരീരത്തിൽ മരുന്ന് ഫലിക്കണമെങ്കിൽ അല്പം കാഠിന്യം കൂടിയ ലായനി തന്നെ വേണം. നമ്മൾ നേരിട്ട് വേപ്പെണ്ണ അടിക്കുകയല്ല ചെയ്യുന്നത്, പകരം വെളുത്തുള്ളി നീരും ധാരാളം വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചാണ് ഒഴിക്കുന്നത്. ഈ അളവിൽ അത് ചെടിക്ക് ദോഷകരമല്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചെടിയിൽ കീടബാധ വളരെ കുറവാണെങ്കിൽ 10 മില്ലി വേപ്പെണ്ണ എടുത്താൽ മതിയാകും. എന്നാൽ കഠിനമായ കീടബാധയ്ക്ക് 20 മില്ലി എടുക്കുന്നതാണ് കൂടുതൽ ഫലം കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വേപ്പെണ്ണ നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കാന്താരിമുളക് അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് എടുത്താലും മതിയാകും. അതായത് കാന്താരിമുളകും വെളുത്തുള്ളിയും കൂടി അല്പം വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ മിശ്രിതം നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം സോപ്പ് ലായനിയും വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതുപോലെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ലായനി ഒഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മുഞ്ഞയുടെ ശരീരത്തിൽ ഒരു പാട പോലെ പറ്റിപ്പിടിക്കുകയും അവയ്ക്ക് ശ്വസിക്കാൻ കഴിയാതെ ചത്തുപോവുകയും ചെയ്യും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് തൂത്ത് കളയുകയോ വെള്ളം സ്പ്രേ ചെയ്തോ ചെടി നന്നായി ഒന്ന് നനയ്ക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ മൃതകങ്ങളും മറ്റും ഇലയിൽ നിന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ രീതിയാണ് സീറോ കോസ്റ്റ് മിശ്രിതം. 1 രൂപ പോലും ചെലവാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ രീതി നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പപ്പായയുടെ 1 ഇല വേണം,
പിന്നെ വേണ്ടത് ശീമക്കൊന്നയുടെ ഇല ഒരു പിടി വേണം. ശീമക്കൊന്നയുടെ ഇലകൾക്ക് ഒരു പ്രത്യേക ഗന്ധമുള്ളതുകൊണ്ട് പയറിലെ മുഞ്ഞയെയും മറ്റ് പ്രാണികളെയും ഒക്കെ ഓടിക്കാൻ ഇത് ഫലപ്രദമാണ്. കൂടാതെ ശീമക്കൊന്ന ഒരു കീടനാശിനി മാത്രമല്ല, ശീമക്കൊന്നയുടെ ഇലകൾ ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ നൽകുന്നത് കൊണ്ട് നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ്. ശീമക്കൊന്ന കിട്ടാത്തവർക്ക് പകരം കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ആ രൂക്ഷമായ മണം പ്രാണികളെയും ചാഴികളെയും അപ്പോൾ തന്നെ തുരത്തും. അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പപ്പായയുടെ ഇല. ഇതിലെ പാപ്പൈൻ എന്ന ഘടകം പുഴുക്കളുടെ തൊലിപ്പുറത്ത് അസ്വസ്ഥതയുണ്ടാക്കി അവയെ നശിപ്പിക്കും. ഈ ശീമക്കൊന്നയുടെ ഇലയും പപ്പായയുടെ ഇലയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇലകൾ കൈകൊണ്ട് തന്നെ നന്നായി ഞെരടി കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞ് നീരെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു പിടി ചാരവും കൂടി ചേർത്ത് മിക്സാക്കുക. ഇതിൽ ചാരം ചേർക്കുന്നത് മൂലം ഈ കീടനാശിനിയെ ഇലയിൽ പറ്റിപ്പിടിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ചാരത്തിലുള്ള പൊട്ടാസ്യം ചെടികൾക്ക് നല്ല ഉന്മേഷം നൽകുകയും ചെയ്യും. കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അരിച്ച് എടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 1/2 ലിറ്റർ ലായനിയാണ് കിട്ടിയത്. ഇതിൻ്റെ 10 മടങ്ങ് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്താൽ നമ്മുടെ രണ്ടാമത്തെ കീടനാശിനിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം സ്പെയർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടുപ്പിൽ സുഷിരങ്ങൾ ഇട്ടും ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ ചില സമയങ്ങളിൽ പയർ ചെടിയിൽ മൊസൈക്ക് രോഗവും വാട്ടരോഗവും ഒക്കെ കാണാറുണ്ട്. അത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ പറയാം. മൊസൈക്ക് രോഗം എന്നത് ഒരു വൈറസ് രോഗമാണ്. ഈ വൈറസിനെ പരത്തുന്നത് വെള്ളീച്ചകളാണ്. നമ്മുടെ ഈ കീടനാശിനി വെള്ളീച്ചയെ ഓടിക്കാൻ സഹായിക്കും. പക്ഷേ പയർ ചെടിയിൽ മൊസൈക്ക് രോഗം വന്ന് ഇലകൾ വല്ലാതെ മഞ്ഞളിച്ച് കഴിഞ്ഞാൽ ആ ചെടി പിഴുതുമാറ്റി കത്തിച്ച് കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് മറ്റുള്ള ചെടിയിലേക്ക് പടരും. പിന്നെയുള്ളത് വാട്ടരോഗമാണ്. ഇത് മണ്ണിൽ നിന്നുള്ള ഫംഗസ് കാരണമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കീടനാശിനി തളിക്കുമ്പോൾ അല്പം ചെടിയുടെ ചുവട്ടിലും കൂടി ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധി വരെ ഈ ഫംഗസിനെ തടയാം. ഇനി ഈ ഒരു ജൈവ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട രീതി പറയാം. ഈ 2 മരുന്നുകളും വൈകുന്നേരങ്ങളിൽ വേണം പ്രയോഗിക്കാൻ. വെയിലുള്ളപ്പോൾ സ്പ്രേ ചെയ്താൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇലയുടെ അടിവശത്തും തണ്ടിലും നന്നായി നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക. മുഞ്ഞ, വെള്ളീച്ച ഇവ കൂടുതലും ഇലയുടെ അടിവശത്താണ് ഇരിക്കുക. അതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിയിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഉറുമ്പുകളാണ് മുഞ്ഞകളെ ഒരു ഇലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ചെടിയുടെ ചുവട്ടിൽ മഞ്ഞപ്പൊടിയോ ചാരമോ വിതറുന്നത് നല്ലതാണ്. ഏത് തരത്തിൽപ്പെട്ട കീടബാധ ആണെങ്കിലും ഒറ്റ തവണത്തെ സ്പ്രേ കൊണ്ട് പൂർണ്ണമായും മാറുകയില്ല. കാരണം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് രാസകീടനാശിനിയല്ല, മറിച്ച് ജൈവ കീടനാശിനിയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 3 ദിവസം തുടർച്ചയായി ഈ ലായനി സ്പ്രേ ചെയ്യണം. മുഞ്ഞകൾ പടരുന്നത് തടയാൻ ഇത് അത്യാവശ്യമാണ്. കാരണം ഇവയുടെ മുട്ടകൾ ഇലയുടെ മടക്കുകളിലും മറ്റും ഇരിക്കുന്നുണ്ടാകും. എത്ര കാഠിന്യമേറിയ മുഞ്ഞ പോലുള്ള കീടപ്രശ്നങ്ങളാണെങ്കിലും അടുപ്പിച്ച് 3 ദിവസം ഒഴിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. ആദ്യത്തെ 3 ദിവസം അടുപ്പിച്ച് ഒഴിച്ചതിന് ശേഷം പിന്നീട് 2 ദിവസം ഇടവിട്ട് 3 തവണ കൂടി ഒഴിക്കുക. ഇങ്ങനെ നമ്മൾ ഈ ലായനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കാഠിന്യമേറിയ കീടബാധകളും പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ പയർ ചെടിയിൽ ഏത് കീടമാണ് ശല്യം ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പയർ ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാകും, പയർ ചെടിയിൽ നന്നായിട്ട് മുഞ്ഞശല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തരി പോലും കാണാനില്ല. അതുപോലെ പുഴുശല്യവും കായ്ച്ചയുടെ ശല്യവും ഒന്നും ഇപ്പോൾ കാണാനില്ല. അതുപോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗങ്ങൾ വരാതെ നോക്കുന്നതാണ്. അതുകൊണ്ട് പയർ ചെടിക്ക് 2 ഇല വരുമ്പോൾ മുതൽ തന്നെ ഈ ലായനി ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കുക. അതുപോലെ മൊസൈക്ക് രോഗം വന്ന ചെടി കണ്ടാൽ ഉടൻ തന്നെ പറിച്ചു കളയാനും മറക്കരുത്. അപ്പോൾ ഈ 2 രീതികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വിളയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.